നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. റൂബിയുടെ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ പറഞ്ഞിരിക്കുക നിന്നോട്. നാളെ ചെല്ലണം. എന്നെന്തിനാ അവർ ചോദ്യം ചെയ്യുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എല്ലാ കുറ്റവാളികളും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാ പറയാറുള്ളത്. അപ്പൊ സിദ്ധുണ്ണ എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ? ഇല്ല, നിന്നെ ഒരു തവണ ഞാൻ വിശ്വസിച്ചു. അതിന്റെയാ ഞാനിപ്പോ അനുഭവിക്കുന്നതൊക്കെ. ഇനി ഒരിക്കലും ആ തെറ്റ് ഞാൻ ആവർത്തിക്കുകയില്ല. റൂബി എന്റെ ആരായിരുന്നു എന്നറിയാലോ. ആ റൂബി അല്ലടി നീ ചതിച്ചത്. അത്ര വലിയ അടുപ്പമുണ്ടായിരുന്നെങ്കിൽ ആ മാല എവിടെ നിന്ന് കിട്ടിയതാണെന്ന് നീ അവളോട് പറയുമായിരുന്നല്ലോ. പറഞ്ഞോ? ഇല്ലല്ലോ. അതിന്റെ പേരില് നിങ്ങൾ തമ്മില് ബാങ്കിൽ വെച്ച് സംസാരമായില്ലേ? നിന്നെ വിശ്വസിക്കുന്ന സകലരുടെയും ഗതികേട് ഇതാണ്. എന്റെ ചേച്ചിയെ നീ ജയിലിലാക്കി. റൂബിയെ പറഞ്ഞു പറ്റിച്ച് അവളുടെ കെയർ ഓഫില് കട്ട മുതൽ നീ ബാങ്കിൽ പണയം വെച്ചു. അതൊക്കെ അറിവില്ലാതെ പറ്റിപ്പോയ അബദ്ധങ്ങളാ. എന്ന് വെച്ച് ഞാൻ ആരെയും കൊല്ലൊന്നുമില്ല, പ്രത്യേകിച്ച് റൂബിയെ. ഇതൊക്കെ നീ പോലീസുകാരോട് പറഞ്ഞാ മതി. രഹസ്യങ്ങളുടെ ഒരു ചെപ്പാണ് നീ. നീ പറയുന്ന ഒന്നും വിശ്വസിക്കാനേ പറ്റത്തില്ല. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പോലീസുകാർ ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ. പിന്നെ നീ ഒരു കാര്യം കൂടി അറിഞ്ഞോ? റൂബി മരിച്ചതുപോലെ തന്നെയാ നിന്റെ അച്ഛനും മരിച്ചത്. രണ്ടിലും ഒരേ രീതിയാണെന്നാ എന്നോടൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അപ്പോ രണ്ടും ചെയ്തത് ഒരാൾ തന്നെ ആയിരിക്കില്ലേ? ആയിരിക്കാം, അല്ലായിരിക്കാം. അതിനുത്തരം തരേണ്ടത് കാലമാണ്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലുണ്ടാവും. ഉള്ളതുപോലെ പറഞ്ഞ നിനക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ നീ പെടും. ഞാനൊരിക്കലും പെടില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നെ ദൈവം കാത്തോളൂ. പിന്നെ ദൈവത്തിന് അതല്ലേ പണി. തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിന്നെ പെടുത്താനായിരിക്കും ദൈവം പോലും ആഗ്രഹിക്കുന്നത്. കാരണം അത്രയും വലിയ ദ്രോഹമാണ് ഞാനടക്കമുള്ള ആളുകളോട് നീ ചെയ്തിട്ടുള്ളത്. അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടാതിരിക്കോ?